ഹലോ ഗൈസ്, വെൽക്കം ടു എയർക്രഷൻ ടൈംസ്. അപ്പോൾ നമ്മുടെ ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ ഈ മാസം റിലീസാകാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഈ ഒരു ഡെഡ്പൂൾ 3 കാണുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടിരിക്കേണ്ട ചില മൂവീസ് ആൻഡ് സീരീസുകൾ ഏതൊക്കെയെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. ആക്ച്വലി ഇതൊക്കെ കണ്ടാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. പടം കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഐഡിയാസ് കിട്ടും. കാരണം ഡെഡ്പൂൾ 3 മൂവി എന്ന് പറയുന്ന ഒരു സാധാരണ മൂവിയല്ല, അതൊരു മൾട്ടിവേഴ്സൽ മൂവിയാണ്. അപ്പം ഉറപ്പായിട്ടും നിറയെ കണക്ഷൻസ് വരും, അതുകൊണ്ട് നിറയെ ക്യാമിയോസ് വരും. അപ്പോൾ എല്ലാം പിടികിട്ടണമെങ്കിൽ നിറയെ മൂവീസ് നമ്മൾ കണ്ടിരിക്കണം. അപ്പം ഏതൊക്കെ മൂവീസ് ആൻഡ് ഏതൊക്കെ സീരീസാണ് നമ്മൾ കാണേണ്ടതെന്ന് നമുക്ക് ഈ വീഡിയോ നോക്കാം. സോ നേരെ വീഡിയോ ആയിട്ട് എടുക്കാം. ഇപ്പോൾ ഫസ്റ്റ് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ഡെഡ്പൂൾ 1 and 2 കണ്ടിരിക്കണം. കാരണം അറിയാമല്ലോ, ഡെഡ്പൂളിൻ്റെ ഒറിജിൻ മൂവിയാണ്. സോ ഡെഡ്പൂൾ എന്ന ക്യാരക്ടർ ആരാണ്, എന്താണ് എന്നൊക്കെ അറിയണമെങ്കിൽ എന്തായാലും ഈ പടം കണ്ടിരിക്കണം. അല്ലെങ്കിൽ ഡെഡ്പൂൾ 1 കാണണം, ഡെഡ്പൂൾ 2 കാണണം. സോ ഡെഡ്പൂൾ 2 വന്ന് കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് എന്നാണ് തോന്നുന്നത്. കാരണം അതിലാണ് നമ്മുടെ ഡെഡ്പൂളിന് ആ കേബിളിൻ്റെ ആ ഒരു ടൈം ട്രാവൽ ചെയ്യുന്ന ഡിവൈസൊക്കെ കിട്ടുന്നത്. അപ്പോൾ രണ്ട് പടവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടിരിക്കണം. പിന്നെ വന്ന് എക്സ്മെൻ മൂവീസൊക്കെ ഉറപ്പായിട്ട് കണ്ടിരിക്കണം. സോ എക്സ്മെൻ മൂവീസ് എന്ന് പറയുമ്പോൾ ഒരുപാടുണ്ട്. സോ ആൾറെഡി ആ ഒരു എക്സ്മെൻ മൂവീസിൻ്റെ ആ ഒരു ടൈം ലൈൻ ഓർഡർ അനുസരിച്ച് ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. സോ ടൈമുള്ളവർ ആ വീഡിയോ ഒക്കെ ചെക്ക് ചെയ്ത് നോക്കി ആ ഒരു ഓർഡറിലെ എക്സ്മെൻ മൂവീസൊക്കെ കണ്ടു നോക്കാം. കാരണം എല്ലാവർക്കും അറിയില്ല, ഈ പടത്തിന് നിറയെ മ്യൂട്ടൻസ് വരാൻ പോവുകയാണ്. ട്രെയിലറിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. സേബർ ടൂത്തും അങ്ങനെയുള്ള നിറയെ ക്യാരക്ടേഴ്സിനൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ആ ക്യാരക്ടേഴ്സൊക്കെ പറയുന്ന സമയത്ത് ഇവർ ആരാണ് എന്താണെന്ന് പിടികിട്ടണമെങ്കിൽ നമ്മൾ എക്സ്മെൻ മൂവീസൊക്കെ ഓർഡറിൽ കണ്ടാൽ നമുക്ക് പിടികിട്ടും. കാരണം ഇപ്പം പടവിന് നമ്മൾ തിയേറ്ററിൽ കാണുമ്പോൾ നിറയെ മ്യൂട്ടൻസിൽ അപ്പിയർ ആകാൻ പോവുകയാണ്. അപ്പം ആ മ്യൂട്ടൻസൊക്കെ ആരെന്ന് പിടികിട്ടണമെങ്കിൽ എക്സ്മെൻ മൂവീസ് കണ്ടാൽ കാര്യമുള്ളൂ. അതും കാണുമ്പോൾ ഓർഡറിൽ കണ്ടാൽ കുറച്ചും കൂടി ഐഡിയ കിട്ടും. അപ്പോൾ എക്സ്മെൻ മൂവീസൊക്കെ എന്തായാലും ഓർഡറിൽ കാണുക. സോ അതിൽ പ്രത്യേകിച്ച് വൂൾവറിൻ്റെ മൂവീസൊക്കെ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചൂസ് ചെയ്ത് കാണുക. ഓക്കെ, സോ വൂൾവറിൻ്റെ ആരാ എന്താണെന്നൊക്കെ പിടികിട്ടണമെങ്കിൽ സോ ഉറപ്പായിട്ടും വൂൾവറിൻ്റെ മൂവീസ് മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് കാണണം. വൂൾവറിനെ പറ്റി എല്ലാവർക്കും അറിയാമായിരിക്കും, എന്തായാലും പറയണത്. സോ ലോഗൻ പടവും കാണണം. സോ ലോഗൻ മൂവിയായിട്ട് ഇന്ന് ബന്ധമില്ല, ഇത് വേറെ ടൈമിലാണ്. ബട്ട് ലോഗൻ മൂവിയിലുള്ള ആ ഒരു ക്യാരക്ടർ ഇല്ല, അതായത് നമ്മൾ ലോഗൻ്റെ മോള്. സോ ആ ഒരു ക്യാരക്ടർ ഈ പടത്തിൽ അപ്പിയർ ആവുമെന്നാണ് പറയുന്നത്, ലാറ എന്നാണ് തോന്നുന്നത്. അപ്പം ആ ക്യാരക്ടർ ആരെന്ന് അറിയണമെങ്കിൽ ലോഗൻ പടവും കാണണം. അപ്പം ചുരുക്കി പറഞ്ഞാൽ എല്ലാ എക്സ്മെൻ മൂവീസും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണണം. പിന്നെ വന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ട ഒരു സീരീസ് ഉണ്ട്, അതാണ് ലോക്കി സീരീസ്. സോ ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, കാരണം ട്രെയിലറിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് കണക്ഷൻസ് ലോക്കി സീരീസുമായിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. അതിൽ വന്ന TVA ആൻഡ് ആ ഒരു എൻ്റെ ആ ഒരു TVA ഏജൻസ് ആൻഡ് ആ ഒരു വോയിഡ് എന്ന് പറഞ്ഞ പ്ലേസൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ആളെയത്ത് പറഞ്ഞ ഏറ്റൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ലോക്കി സീരീസുമായിട്ടൊരു വലിയൊരു കണക്ഷൻ ഈ ഒരു ഡെഡ്പൂൾ 3 മൂവി കൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നത് പടത്തിൻ്റെ ഒരു പാതി സീനും എനിക്ക് തോന്നുന്ന ഒരു വോയിഡിൻ്റെ ഉള്ളിലായിരിക്കും നടക്കണമെന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ലോക്കി സീരീസ് കാണണം. 2 സീസൺസ് ഉണ്ട്, കുറച്ച് ഈസി ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു സീരീസാണ്. അപ്പോൾ എന്തായാലും ലോക്കി സീരീസ് കാണാൻ പറ്റും. ഇത് വന്ന് ആ ലോക്കി സീരീസിന് മുമ്പാണോ അതിന് ശേഷമാണോ നടക്കണമെന്ന് അറിഞ്ഞുകൂടാ. അത് നമ്മൾ പടം കണ്ടാൽ പിടികിട്ടു. ചിലപ്പം ലോക്കിയുടെ ക്യാമിയോ ഒക്കെ വരാൻ ചാൻസസ് ഉണ്ട്. അതായത് ഇപ്പോൾ ലോക്കി ഗോഡ് ഓഫ് സ്റ്റോറീസ് ആണ്, അപ്പം മേ ബി ലോക്കിയുടെ ക്യാമിയോ എന്തെങ്കിലുമൊക്കെ വരാൻ ചാൻസസ് ഉണ്ട്. അത് നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. ബട്ട് എന്തായാലും ലോക്കി സീരീസ് ഉറപ്പായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നത് കാണേണ്ടതാണ്. സോ ഒരിക്കലും അത് വിട്ട് കളയൽ, എന്തായാലും അത് കാണുക. ആൻഡ് ഇതല്ലാതെ വേറെ ചില ക്യാരക്ടേഴ്സിൻ്റെ ക്യാമിയോ ഈ ഒരു മൂവിയിൽ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് എലക്ട്ര എന്ന ക്യാരക്ടർ വരുമെന്ന് പറയുന്നുണ്ട്. സോ എലക്ട്രയ്ക്ക് ഒരു പഴയ മൂവി വന്നിട്ടുണ്ട്. സോ ആ ഒരു എലക്ട്ര ആയിരിക്കും വരുമെന്നാണ് പറയുന്നത്. എങ്കിൽ നിങ്ങൾ ആ ഒരു എലക്ട്ര മൂവി കാണേണ്ടി വരും. ആ മൂവി അത്ര പോലെ ബട്ട് ചിലപ്പോൾ അത് കാണേണ്ടി വരും. സോ അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ വന്ന് ബ്ലേഡ് ഈ പടത്തിൽ വരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്. സോ പഴയ ബ്ലേഡ് പടമൊക്കെ ഉണ്ട്. സോ അതൊരു 3 പാർട്ടുണ്ട്. സോ അതും അങ്ങനെയാണെങ്കിൽ കാണേണ്ടി വരും. ആൻഡ് അതുമാത്രമല്ല ഡാർ ഡെവിലിൻ്റെ ഒരു ക്യാമിയോ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. സോ അതായത് നമ്മുടെ ബെൻ അഫ്ലെക്കിൻ്റെ ഡാർ ഡെവിലല്ലേ, സോ ആ ഒരു ക്യാരക്ടർ വരുമെന്ന് പറയുന്നുണ്ട്. സത്യമൊന്നുമല്ല, ജസ്റ്റ് റൂമേഴ്സ് ആണെങ്കിൽ ആ ഒരു മൂവിയും കാണേണ്ടി വരും. സോ അപ്പം ഇതേപോലെ ചില ക്യാമിയോസൊക്കെ ഉണ്ടാവും. സോ അപ്പം ഇത്രയാണ് എനിക്ക് തോന്നിയ മൂവീസ് ആൻഡ് കാര്യങ്ങളൊക്കെ. എൻ്റെ ഇത് മാത്രമല്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇത്രയാണുള്ളത്. ഓക്കെ, സോ അപ്പോൾ എന്തായാലും ഇത്രയൊന്ന് കണ്ടു നോക്കി. ഇതല്ലാതെ ഏതൊക്കെ ക്യാരക്ടേഴ്സാണ് ഈ പടത്ത് വരാൻ പോകുന്ന ഒരു ഐഡിയ ഇല്ല, നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റൂ. അപ്പം ടൈമുള്ള ഒരു മൂവീസ് കണ്ടു നോക്കുക. സോ ഇതെല്ലാം നിങ്ങൾ കണ്ടവരാണെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് പറഞ്ഞേക്കുക. കൂടാതെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് യു ഗൈസ്.